ഇന്ന് രാവിലെ നല്ല അടിപൊളി ചെമ്മീനാണ്ട കിട്ടിയത്. നമ്മുടെ ഇവിടെ സ്ഥിരം വന്ന ചേട്ടനാണ്ട നല്ല സൂപ്പർ ചെമ്മീനാണ്. ഞാൻ ഒന്നും നോക്കിയില്ല, കുറച്ചങ്ങോട്ട് വാങ്ങിയിട്ടോ. അപ്പം ഞാൻ അതൊരു റോസ്റ്റ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാളയും ഒരു 2 തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും എല്ലാം ഇട്ടതേ വഴറ്റിയും കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടണ്ട. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഞാൻ ഇതിലിടണുള്ളൂ. അതും നന്നായിട്ട് ആ സവാളയുടെ ഒക്കെ ഒപ്പം ഒന്ന് മൂപ്പിച്ചെടുക്കുക, പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചെമ്മീൻ അതിലേക്ക് ഇടുക. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അത് നന്നായിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആ പരുവം. നല്ല എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട കേട്ടോ. ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എടുത്ത് കഴിക്കാം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം ഞാൻ എന്തായാലും ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വേറൊരു കറികളൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ആ ഗ്രേവി മാത്രം മതി. എനിക്ക് ആ ഗ്രേവിയാണ് അതിൻ്റെ ഇഷ്ടം ചെമ്മീനേക്കായും. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ നിന്ന് കഴിക്കണില്ല, ഞാൻ പോയി ഇനി ഇരുന്ന് കഴിക്കട്ടെ. ഞാൻ അത്ര വലിയ ഷെഫൊന്നും അല്ല കേട്ടോ. എൻ്റെ ചെറിയൊരു കുക്കിംഗ് രീതിയാണ് ഞാനിവിടെ കാണിച്ചത്.